പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇത് പാസ്റ്റർ ബിനോയ് ജേക്കബ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുഗ്രഹം എന്താണ് എന്നുള്ളതാണ്. അനുഗ്രഹം എന്താണ്? യഥാർത്ഥത്തിൽ ഈ സന്ദേശം തയ്യാറാക്കിയത് എൻ്റെ പിതാവാണ്. അദ്ദേഹം എൻ്റെ അച്ഛൻ ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വരികയും ഞാൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് എന്നെ സഹായിക്കുകയും ചെയ്തു. അന്ന് ഞാൻ അഡ്വൻറ്റിസ്റ്റ് വേൾഡ് റേഡിയോ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു, 1-2 പ്രസംഗങ്ങൾ എഴുതി പ്രസംഗിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വന്തം വിരലുകൊണ്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ പ്രസംഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കൈപ്പട തന്നെയാണ് ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റായിട്ട്. അനുഗ്രഹം എന്താണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം. ഇത് ഏശാവിൻ്റെ കഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സംശയമുണ്ടാകും, എന്താണ് ദൈവം അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സാമ്പത്തികമായ അനുഗ്രഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യം അനുഗ്രഹമാണ്, നമ്മുടെ സമ്പത്ത് അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബം അനുഗ്രഹമാണ്, എല്ലാം ദൈവാനുഗ്രഹങ്ങൾ തന്നെയാണ്. എന്നാൽ പല ആളുകളും ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നത് സാമ്പത്തികമായ അനുഗ്രഹങ്ങളാണ് യഥാർത്ഥമായ അനുഗ്രഹം, അത് മാത്രമാണ് എന്ന് വിചാരിക്കുന്നു. പല സുവിശേഷ പ്രസംഗകരും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു, നിങ്ങൾ സാമ്പത്തികമായി വളരാൻ പോകുന്നു, നിങ്ങൾക്കിന്ന് പണമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രസംഗിക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നാണ് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, അതിനാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് എന്ന രീതിയിൽ സുവിശേഷത്തെ അവതരിപ്പിക്കുന്ന രീതിയാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ, എന്താണ് യഥാർത്ഥമായ അനുഗ്രഹം? ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥമായ അനുഗ്രഹം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇത് ഏസാവിൻ്റെ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കഥ. ചരിത്രം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എല്ലാ ഗോത്രങ്ങൾക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഏശാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഏസാവും യാക്കോബും സഹോദരങ്ങളാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളുടെ കുതികാൽ അല്ലെങ്കിൽ കാലിൽ പിടിച്ചുകൊണ്ടാണ് വെളിയിലേക്ക് വന്നത്. സഹോദരങ്ങൾ തമ്മിൽ മത്സരിക്കും എന്നുള്ള ഒരർത്ഥത്തിലാണ് അതിനെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അവരുടെ പിതാവ് യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും പിതാവ് വളരെ വൃദ്ധനായി മരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന് പിതാക്കന്മാർക്ക് കൈമാറിക്കൊടുത്ത അനുഗ്രഹം തൻ്റെ മക്കൾക്ക് കൊടുക്കണം. ഈ അനുഗ്രഹം കിട്ടേണ്ടുന്നത് വീട്ടിലെ മൂത്ത മകനാണ്. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ എപ്പോഴും ഇസ്രായേലിൻ്റെ ചരിത്രമനുസരിച്ച് വീട്ടിലെ മൂർത്ത ആൾക്കാണ് പിതാവിൻ്റെ അനുഗ്രഹങ്ങളും പദവികളും പോവുക. എന്നാൽ ഏസാവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ജ്യേഷ്ഠാവകാശത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വലിയ പ്രാധാന്യമില്ലാതായിപ്പോയി. കാരണം ദൈവം ഈ ജ്യേഷ്ഠാവകാശത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏസാവ് വേട്ടക്കാരനാണ്, വേട്ടയാടി ജീവിക്കുന്ന ആളാണ് ഏസാവ്. യാക്കോബാട്ടായി വീട്ടിൽ അമ്മയുടെ കൂടെ നിന്ന് ആടിനെ മേച്ച് ജീവിക്കുന്ന ആളും അനുജൻ യാക്കോബ്. ഇപ്പോൾ അനുഗ്രഹിക്കാനായിട്ട് പിതാവ് മൂത്ത മകനായ ഏസാവിനെ വിളിച്ചു പറയുന്നു, എനിക്ക് വൈകി ഞങ്ങൾക്ക് സുഖമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, അതിനു മുമ്പ് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ട്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരു വേട്ട ഇറച്ചി കൊണ്ടുവന്ന് നീ പാകപ്പെടുത്തി എനിക്ക് തരണം, അത് ഭക്ഷിച്ച ശേഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട അമ്മ യാക്കോബിനെ വിളിച്ചു പറയുന്നു, അനുഗ്രഹം
ജ്യേഷ്ഠന് പോകുകയാണ്. ഇതിന് മുമ്പത്തെ സന്ദർഭത്തിൽ കാട്ടിൽ വേട്ടയ്ക്ക് പോയി വിശന്ന് വലഞ്ഞു വരുന്ന ഏസാവ് ഒരു പാത്രം പായസത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ജ്യേഷ്ഠാവകാശം യാക്കോബിന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അമ്മ അങ്ങനെ പറഞ്ഞത്. അമ്മ ഒരാടിനെ കൊന്ന് അതിൻ്റെ ഇറച്ചി നന്നായി പാകം ചെയ്ത് യാക്കോബിൻ്റെ പുറത്തതിൻ്റെ തുകൽ വെച്ച് കെട്ടി ഏസാവ് വരുന്നതിന് മുമ്പേ പിതാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അപ്പാ, അങ്ങ് ആവശ്യപ്പെട്ട വേട്ട ഇറച്ചി ഞാൻ പാകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് യാക്കോബ്, ഏസാവിന് സംശയം തോന്നി. ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെതുപോലെയും ദേഹം കണ്ടിട്ട് ഏസാവിൻ്റെതുപോലെയും എന്ന് പറയാണ്. കണ്ണ് കാണാൻ വയ്യാത്ത പിതാവ് ഇങ്ങനെ തടവി നോക്കുമ്പോൾ ദേഹം നിറയെ രോമങ്ങൾ, ഏസാവിന് നിറയെ രോമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്തായാലും അനുഗ്രഹം യാക്കോബിന് നൽകുകയാണ്. ഏസാവ് തിരിച്ചു വന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 27:28 പറയുന്നു, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് കരയുന്ന ഏസാവിനെ നമുക്കവിടെ കാണാം. ഉൽപ്പത്തി 27:36 പറയുന്നു, ഉപായത്തിൽ യാക്കോബ് അനുഗ്രഹം വാങ്ങി എന്നാണ്. ഉപായം ഉപയോഗിച്ച്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപായി എന്നുള്ളതാണ്. അപ്പോൾ ഉൽപ്പത്തി 22:38 അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് ഏശാവ് കരയുന്നു. യാക്കോബിന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. ഏശാവിനെ സംബന്ധിച്ചോളം അനുഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ യാക്കോബിൻ്റെ അനുഭവം നോക്കൂ. ഉപായത്തിൽ വാങ്ങി ദൈവാനുഗ്രഹം നേടിയ യാക്കോബ് അന്ന് തന്നെ വീട് വിട്ടു പോകേണ്ടി വന്നു. നാട് വിട്ടു പോകുകയാണ്, വീട് വിട്ടു പോകുകയാണ് യാക്കോബ്. പോകുന്ന വഴി മരുഭൂമിയിലൂടെയാണ് യാത്ര. ഈ യാത്ര ചെയ്യുമ്പോൾ തളർന്ന് ഒരു കല്ല് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവിടുന്ന് പോയി അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ലാബാൻ്റെ അടുത്തേക്ക് പദ്ദാമരാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ ആടുകളെ നോക്കി ജീവിക്കുകയാണ്. 7 വർഷം അങ്ങനെ ജീവിച്ചു. അപ്പോൾ അവിടുത്തെ മകളായ റാഫേലിനെ വിവാഹം കഴിക്കാൻ ചോദിച്ചു. എന്നാൽ വിവാഹത്തിന് സമ്മതിച്ച ലാബാൻ വിവാഹരാത്രിയിൽ പറ്റിച്ചിട്ട് മൂത്ത മകൾ ലേയയെ ഭാര്യയായി കൊടുത്തു. അടുത്ത 7 വർഷം കൂടെ റാഹേലിന് വേണ്ടി അവിടെ ജോലി ചെയ്യുകയാണ്. നോക്കൂ, അനുഗ്രഹം വാങ്ങിപ്പോയ യാക്കോബിൻ്റെ ഒരു കഷ്ടകാലമേ. പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിപ്പോയ യാക്കോബ്, അനുഗ്രഹം ഒപ്പമുള്ള യാക്കോബ് സ്വന്തം നാട് വിട്ടു പോകുന്നു, വീട് വിട്ടു പോകുന്നു, അമ്മാവൻ്റെ വീട്ടിൽ പോയി അടിമ ജീവിതം ചെയ്യുന്നു, ചതിക്കപ്പെടുന്നു. 14 വർഷം ഒരു മനുഷ്യായുസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുസ്സാണ്. 14 വർഷം ആ വീട്ടിൽ ജോലി ചെയ്യുന്നു, അമ്മാവനാൽ ചതിക്കപ്പെടുന്നു. അവിടെ നിന്നും ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ട് തിരിച്ചു പോകാം, തൻ്റെ കുടുംബത്തെയും കൂട്ടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ആ വീട്ടിലെ വിഗ്രഹങ്ങൾ കൂടെ എടുത്ത് കെട്ടിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ടുപോവുകയാണ്. ഉടനെ മോഷ്ടാവെന്ന വിളിപ്പേര് കേട്ടിട്ട് ലാബാൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും കൊണ്ട് പിന്തുടർന്ന് വരികയാണ്. യാക്കോബിനെ അന്വേഷിച്ച് പിന്തുടർന്ന് വരുന്നു. നോക്കൂ, മോഷ്ടാവെന്ന പേര് കേട്ടു, അടിമയായി, ഒറ്റപ്പെട്ടു. ഇങ്ങനെയായിത്തീരുന്നു യാക്കോബിൻ്റെ ജീവിതം. എന്നാൽ ഏസാവിൻ്റെ ജീവിതം നമ്മൾ നോക്കണം. ഏസാവിൻ്റെ ജീവിതം ഉൽപ്പത്തി 36:41-44 വായിക്കുമ്പോൾ ഏസാവിന് പ്രഭുക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏസാവിൻ്റെ കുടുംബം, ഏസാവിൻ്റെ നാട്ടിൽ ഭയങ്കരമായ പുരോഗതി കാണുകയാണ്. അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു, അവിടെ പ്രഭുക്കന്മാരുണ്ടായിരുന്നു, അവിടെ മനോഹരമായ പട്ടണം പണിതു എന്ന് പറയുന്നു. യാക്കോബിൻ്റെ കുടുംബത്തിൽ ഒരൊറ്റ പ്രഭുക്കന്മാർ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കാലത്തെ ഏറ്റവും വലിയ പ്രഭുക്കന്മാരും സമ്പത്തും ഏസാവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഏസാവിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ഉൽപ്പത്തി 36:31 ഏസാവ് താമസിച്ച നാടിൻ്റെ പേര് ഏദോം എന്നാണ്. ഏദോമ്യർക്ക് രാജാവുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എത്രമാത്രം വികസിച്ചിരിക്കണം ഒരു രാജ്യം,
ആ രാജ്യത്തിന് ഒരു ഭരണകൂടമുണ്ടാവുക, ആ ഭരണകൂടത്തിന് ഒരു ഭരണഘടനയുണ്ടാവുക, അതിനൊരു തലവനുണ്ടാകുക. ഏദോം എന്ന നാട്ടിന് രാജാവുണ്ടായിരുന്നു, ഭരണഘടനയുണ്ടായിരുന്നു, കർത്തൃത്വമുണ്ടായിരുന്നു, നിയമവാഴ്ചയുണ്ടായിരുന്നു. അത്രമാത്രം അനുഗ്രഹം ഏസാവിൻ്റെ ജീവിതത്തിലുണ്ട്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, ഇസ്രയേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇസ്രായേൽ രാജ്യത്തിന് രാജാവുണ്ടാകും മുമ്പ് തന്നെ ഏദോമിന് രാജാക്കന്മാരുണ്ടായിരുന്നു. അനുഗ്രഹം വാങ്ങിയ യാക്കോബ് ഒളിച്ചോടി അടിമജീവിതം നയിച്ച് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതേസമയം അനുഗ്രഹം ലഭിക്കാത്ത ഏസാവിന് പ്രഭുക്കന്മാരുണ്ടായിരുന്നു, രാജ്യമുണ്ടായിരുന്നു, രാജാവുണ്ടായിരുന്നു. അവരുടെ പാട്ടങ്ങൾക്ക് അവരുടെ പേര് നൽകിയിരിക്കുന്നു. ഉൽപ്പത്തി 36:33 പറയുന്നു, അവരുടെ രാജ്യങ്ങൾക്ക് അവർ പേര് നൽകിയിരുന്നു എന്ന് പറയുകയാണ്. ഉൽപ്പത്തി 36:24 വായിക്കുമ്പോൾ അവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവരുണ്ടായിരുന്നു, ഭൂമിയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ അവർ പരിശീലിച്ചെടുത്തിരുന്നു. കഴുതുകളെ മേയ്ക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്താനുള്ള വഴികൾ അവർക്കറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു ജിയോളജിസ്റ്റുകൾ ഒരുപക്ഷെ ഉണ്ടായത് അവിടെയായിരിക്കാം. ഒരുപക്ഷെ ആസ്ട്രോണമി പഠിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഏദോമിൽ. ഏദോമിൻ്റെ പുരോഗതി എത്ര വലുതാണെന്ന് നോക്കൂ. ഉൽപ്പത്തി 33:1 നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബിന് 400 പേരുമായി 400 പേരുമായി യാക്കോബിനെ എതിരേൽക്കാൻ വരുന്നു എന്നാണ്. യാക്കോബ് തിരിച്ചു വരുമ്പോൾ ഇസ്രായേലിൽ സ്വീകരിക്കാനായിട്ട് ഏസാവ് വരികയാണ്. അവരൊരു കൂട്ടത്തിൽ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഏസാവിന് അനുഗ്രഹം ലഭിച്ചില്ലെങ്കിലും ഭൗതികമായ എല്ലാ നന്മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ യാക്കോബ് ഇതൊന്നുമില്ലാതെ കഷ്ടപ്പാടും പ്രയാസവുമൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ്. അടിമയായിട്ട് ഓടി നടന്ന് പിന്നെ മോഷ്ടാവെന്ന് പേരും കേട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്നാൽ ഏസാവിൻ്റെ ചരിത്രം പിന്നീട് വേദപുസ്തകത്തിൽ മൗനമായി തീർന്നു. ഏസാവിനെക്കുറിച്ച് ഇത്ര മാത്രമേ വേദപുസ്തകം പറയുന്നുള്ളൂ. പിന്നീട് ഏസാവ് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് പിന്നീടൊന്നും വേദപുസ്തകം പറയുന്നില്ല. ദൈവഭാഗത്തു നിന്ന് ഏസാവ് അകന്നുപോയി. എന്നാൽ യാക്കോബിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. യാക്കോബിൻ്റെ കണ്ണുനീർ ഒടുങ്ങിയിട്ടില്ല. യാക്കോബ് പക്ഷെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയവനാണ്. അവൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. യോസഫിനെ കാട്ടുമൃഗം കൊന്നു എന്ന് അവർ കണ്ടെത്തിയിരുന്നു. അവർ പോയി പിതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരുന്നു മകനായിട്ടുള്ളത്. നോക്കൂ, യാക്കോബിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ. ഇസ്രായേലിൽ വന്നു കഴിഞ്ഞിട്ട് റാഫേലിലുണ്ടായ 2 മക്കളാണ് ബെന്യാമിനും യോസഫും. ലേയുടെ മക്കളായ രൂബൻ അടക്കമുള്ള മറ്റ് സഹോദരങ്ങൾ യോസഫിനെ കളിയാക്കുന്നു സ്വപ്നക്കാരെന്ന് വെച്ച്. ഇവർ ആടിനെ മേയ്ക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ചേട്ടന്മാർ സുഖമായിരിക്കുന്നു എന്നറിയാനായിട്ട് പറഞ്ഞുവിട്ട യോസഫിനെ അവർ സ്വപ്നക്കാരനെന്ന് വിളിച്ച് കളിയാക്കി ഉപദ്രവിച്ച് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളയുന്നു. ആ പൊട്ടക്കിണറ്റിൽ നിന്നും വലിച്ചെടുത്ത് അയാളെ മിദ്യാമ കച്ചവടക്ക് വിൽക്കുന്നു. എന്നിട്ട് വന്ന് പറയുകയാണ്, നിൻ്റെ മകനെ സിംഹം പിടിച്ചു, അവൻ മരിച്ചുപോയി എന്ന് പറയുന്നു. പുത്രദുഃഖം അവസാനം. ഇനിയും അവിടെ നിന്ന് യോസഫ് ഈജിപ്തിലേക്ക് പോയി അവിടുത്തെ പ്രധാനമന്ത്രിയായി. അപ്പോഴും യാക്കോബിൻ്റെ ജീവിതത്തിൽ കഷ്ടമാണ്. അവിടെ നാട്ടിൽ പട്ടിണി വരുന്നു, ക്ഷാമം വരികയാണ്. നോക്കൂ, അനുഗ്രഹം വാങ്ങിയ, ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയ പല മനുഷ്യരുടെയും ജീവിതാവസ്ഥ ഇതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. പല ആളുകളും വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം പട്ടുമെത്തയായി തീരും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അനുഗ്രഹം വാങ്ങിയ യാക്കോബ് ഇപ്പോഴും വിഷമിക്കുകയാണ്. ഉൽപ്പത്തി 37:35 അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു. അങ്ങനെ അവനോ ആശ്വാസം കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ ഞാൻ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു.
യാക്കോബ് വരുമ്പോൾ പറയാണ്, എൻ്റെ മകനെ നഷ്ടപ്പെട്ടു, അവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, പുത്രദുഃഖത്താൽ ഞാൻ വിഷമിച്ച് ഞാൻ മരിച്ചു പോകും എന്ന് പറയുകയാണ്. നോക്കൂ, 10 മക്കളും സംഭവങ്ങൾ യാക്കോബിനെ വളരെ തളർത്തി. പക്ഷേ ക്ഷാമകാലത്ത് ഈജിപ്തിൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഈ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് യോസഫ് ഈ സഹോദരങ്ങളെ തിരിച്ചറിയുകയും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി 46:4, ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ദൈവവും യാക്കോബിനോടുകൂടെ മിസ്രൈമിലേക്ക് പോയി എന്ന് പറയുകയാണ്. ഉൽപ്പത്തി 46:4. കർത്താവായ ദൈവം മിസ്രൈമിൽ യാക്കോബിൻ്റെ കൂടെ പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ യോസഫ് യാക്കോബിനെ വിളിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. നോക്കൂ, സ്വന്തം മകനെ കണ്ടെത്തുന്നു, അവിടെ ഈജിപ്തിലെത്തി സന്തോഷകരമായി കുറേ കാലം താമസിക്കുന്നു. അതിനുശേഷം യാക്കോബ് മരണപ്പെടുകയാണ്. ഇനിയാണ് ഈ വാക്യത്തിലെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. യാക്കോബ് 29 വാക്യം, 49 അധ്യായം 29. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം എന്ന് പറയുകയാണ്. യാക്കോബ് പറഞ്ഞ കാര്യമാണ്, എൻ്റെ പിതാക്കന്മാരുടെ അടുത്തേക്ക് ഇറക്കണം. അങ്ങനെ യാക്കോബ് ഈജിപ്തിൽ വെച്ച് മരണപ്പെടുകയാണ്. യോസഫ് സ്വന്തം പിതാവിനെ അടക്കാനായിട്ട് ഈജിപ്തിലെ രാജാക്കന്മാരോട് അനുവാദം ചോദിക്കുമ്പോൾ ഒരു വലിയ കൂട്ടമായിട്ട്, അത് പറയുന്നത് 50 അധ്യായം 9 വാക്യം, അവൻ വിട്ടേച്ചു പോയി, രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി, അതെത്രയും വലിയ കൂട്ടമായിരുന്നു. അവൻ യോർദാൻ അക്കരെയുള്ള ആദത്തിലെത്തി അവിടെ വിലാപം കഴിച്ചു എന്ന് പറയുകയാണ്. നോക്കൂ, അടക്കാനായിട്ട് യാക്കോബിൻ്റെ ഭൗതിക ശരീരം പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ, രഥം, എനിക്ക് തോന്നുന്നു ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ പിതാവിനെ അടക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. എത്ര വലിയൊരു പദവിയാണ്! അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഓടിപ്പോയ ആൾ എന്നും സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അനുഗ്രഹം പറഞ്ഞതിതാണ്, മിസ്രൈമിലേക്ക് നീ പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാ സങ്കടങ്ങളിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ രോഗത്തിലും, എല്ലാ ദുഃഖത്തിലും യാക്കോബിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്നുള്ളതാണ് യാക്കോബിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ വേറെ എന്തിനെയാണ് ഭയപ്പെടേണ്ടുന്നത്? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേലായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിൻ്റെ രക്ഷകനാകുന്നു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമോ മറ്റേതെങ്കിലും അനുഗ്രഹമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ദാനിയേലിനെയും അഗ്നിച്ചൂളയിൽ ഇടുമ്പോൾ കർത്താവ് മനുഷ്യപുത്രനായ ഒരുവൻ അവരുടെ കൂടെ നടന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് യാക്കോബിൻ്റെ ഇത് പറയുന്നത്. രണ്ടാമത് യാക്കോബിനെ കുറിച്ച് പറയുന്നത്, യാക്കോബ് പിതാക്കന്മാർക്കൊപ്പം ചേർന്നു. അവൻ തൻ്റെ പിതാക്കന്മാരുടെ കൂടെ അടക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു പക്ഷേ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലത്ത് ഉറങ്ങാൻ കഴിയുക, വിശ്രമിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ അനുഗ്രഹം വാങ്ങി ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഭൗതികമായ നന്മകൾ ഏസാവിനെ പോലെ ഉണ്ടായില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. രണ്ടാമത്, നമ്മൾ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ചേരും. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിലേക്ക് നമ്മളെ ചേർക്കാൻ വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ, ആദം മുതലുള്ള എല്ലാ വിശ്വാസ പിതാക്കന്മാരോടും കൂടെ നമ്മളും ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുമെന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. യാക്കോബിന് കിട്ടിയ അനുഗ്രഹം അതാണ്, അവൻ പിതാക്കന്മാരുടെ ഒപ്പം ചേർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തായിത്തീരാനാണ് ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മുടെ അനുഗ്രഹം? ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണശേഷം
ഞാൻ ചരിത്രം ഇങ്ങനെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ ഡേറ്റ് ജെറോമിൻ്റെയും ഹസ്സിൻ്റെയും ഒക്കെ രക്തസാക്ഷിത്വ ഡേറ്റാണെന്ന് എനിക്ക് കാണാൻ പറ്റി. വലിയ സന്തോഷം തോന്നി. ഒന്നുമല്ലാത്തൊരു മനുഷ്യൻ, ഒരു പക്ഷേ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തൊരു വ്യക്തി, ഒരു സുവിശേഷ പ്രവർത്തകൻ മാത്രമായിരുന്ന വ്യക്തി, എനിക്ക് വേണ്ടി എന്നെയും സുവിശേഷകനാക്കാൻ മാത്രം ആഗ്രഹിച്ച ആ മനുഷ്യൻ ഇന്ന് സ്നേഹിച്ച് കൊതി തീരും മുമ്പേ ഒരു സുപ്രഭാതത്തിൽ എന്നെ വിട്ട് പിരിഞ്ഞുപോയ എൻ്റെ പിതാവ്. ഓരോ പ്രാവശ്യവും പൂനെയിൽ നിന്ന് രാത്രി 1:30 ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ വേച്ചൊരു ഹൃദയം എന്നെ കാണാൻ വന്നിരുന്നു. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ കാണാൻ കഴിയില്ല, അദ്ദേഹത്തിനെ കാണാൻ എനിക്കാവില്ല. പക്ഷേ ഒന്നെനിക്കുണ്ട്, എൻ്റെ പിതാക്കന്മാരോടൊപ്പം ചേരും. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ, അവൻ നമ്മളെ ചേർക്കാനായിട്ട് വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ വിശ്വാസ പിതാക്കന്മാരോട് കൂടെ ചേരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രിയമുള്ളവരെ, നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എന്നോർത്ത് വിഷമിക്കരുത്. നമുക്ക് സ്വന്തമായി വീടില്ല എന്നോർത്ത് വിഷമിക്കരുത്. നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കരുത്. യാക്കോബിൻ്റെ ദൈവം പറയുന്നു, മിസ്രൈമിൽ നീ പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട് എന്ന് പറയുന്ന കർത്താവിനെ കാണാം. നിങ്ങൾ എവിടെ പോയായിരുന്നാലും, ഏത് ജീവിത സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് നമുക്കൊപ്പമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കപ്പുറം നമ്മൾ മറുകരയെത്തുമ്പോൾ നമ്മുടെ പിതാക്കന്മാരോടൊപ്പം, കർത്താവിനോടൊപ്പം, അവനെ മുഖാമുഖമായി കണ്ട് എന്നും നമുക്ക് അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ പിതാവിൻ്റെ അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിച്ചെല്ലുന്നു. അന്നത്തെ ദിവസത്തെ റേഡിയോ പ്രോഗ്രാം കേൾക്കാമെന്ന് വെച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. എന്താണ് അനുഗ്രഹം? പിതാക്കന്മാരോട് ചേരുന്നതാണ് അനുഗ്രഹമെന്ന് അദ്ദേഹം ഈ സന്ദേശം പറയുന്നത് എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. ആ പ്രത്യാശയെ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് അലറിക്കരയാൻ മാത്രമേ എനിക്കായിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പിതാക്കന്മാരോടൊപ്പം ചേരുന്നതാണ്, കർത്താവിനോടൊപ്പം ചേരുന്നതാണ്, യേശുവിനോടൊപ്പം എന്നും ജീവിക്കുന്നതാണ്. ആ പിതാക്കന്മാരോടൊപ്പം ജീവിക്കുവാൻ ഈ ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും, ഈ ലോകത്തിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങളല്ല, ഒരിക്കലും നശിക്കാത്ത സ്വർഗരാജ്യത്തിൻ്റെ അവകാശം നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അവന് നിങ്ങളെ ആവശ്യമുണ്ട്. അവൻ നമ്മളോട് പറയുന്നത് ഇത് മാത്രമാണ്: ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥനാക്കുകയില്ല, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ എൻ്റെ പിതാക്കന്മാരോട് കൂടെ ചേർക്കും. പ്രിയ സ്നേഹിത, ഈ പിതാക്കന്മാർക്കൊപ്പം, കർത്താവിനൊപ്പം എന്നും ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ ലോകത്ത് ഞങ്ങൾക്കൊന്നും വേണ്ട, നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി, നിന്നോടൊപ്പമായിരുന്നാൽ മതി. യുഗായുഗമായി നിൻ്റെ കൂടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ സകല ലക്ഷറിയെക്കാളിലും നിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനായി എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ.